Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Last class, before that, prayer. Sharanya, ready ano prayer na? Okay, Sharanya. Yes, ma'am. Okay, prayer na ready alle. Okay. Merciful Lord, please keep me happy today. Prayer is on its way, bloom into flowers. Streets full of flowers should be holy streets. Dear God, please keep me happy today. While traveling, remember God. Help me to be bright, kind, and good. My parents, teachers, and friends do bless and keep us all in happiness. God is a blessing. God is a blessing. Thank you, God, for everything. Okay, Sharanya. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്നലെ ആയിരുന്നു അല്ലെ സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് 4 സെൽഫ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷനിൽ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? എന്താണ് സെൽഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് പീരീഡ്? സെൽഫ് കൺസ്ട്രക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? ദീപ്തി, ഏതൊക്കെയായിരുന്നു രണ്ട് ഫാക്ടേഴ്സ്? Sensitive period. Absorbent mind. സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബന്റ് മൈൻഡ്. എന്താണ് സെൻസിറ്റീവ് പീരീഡ്? ഒരു ചെറിയ കാലത്തിനുള്ളില്, ചെറിയ സമയത്തിനുള്ളില്, ഇതൊരു ലിമിറ്റഡ് പീരീഡ് ആണെന്ന് പറഞ്ഞു അല്ലെ? ഒരു ചെറിയ സമയത്തിനുള്ളില് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവ് എന്താണ് ആ കുട്ടി നേടിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അബ്സോർബന്റ് മൈൻഡ് എന്താണ്? അവന്റെ ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും എന്താണ്, എല്ലാ കാര്യങ്ങളെയും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൻ എന്ത് നോളജ് ഗെയിൻ ചെയ്യുന്നത്. ഒരു കുട്ടി നോളജ് ഗെയിൻ ചെയ്യുന്നത് അബ്സോർബന്റ് മൈൻഡ് യൂസ് ചെയ്തും പിന്നെന്താണ് സെൻസിറ്റീവ് പീരീഡിലൂടെയുമാണ് ഒരു കുട്ടി എന്താണ് അവൻ ആവശ്യമായ എല്ലാ നോളജും നേടിയെടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ മോണ്ടിസോറി ഈ സെൻസിറ്റീവ് പീരീഡിനെ എത്രണ്ണായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു? എത്ര പീരീഡാണ്? 6 സെൻസിറ്റീവ് പീരീഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? സെൻസിറ്റിവിറ്റി ടു ഓർഡർ, ലേണിംഗ് ത്രൂ 5 സെൻസസ്, പിന്നെന്തായിരുന്നു? സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ഇൻട്രസ്റ്റ്. ഓക്കെ, സെൻസിറ്റിവിറ്റി ഫോർ For walking, sensitivity for small minute objects. the last one is sensitivity for small minute objects. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു സെൻസിറ്റിവിറ്റി ടു ഓർഡർ? ആൻഡ്രിയ, എന്താണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ? കുട്ടികൾക്കായിട്ട് എല്ലാ കാര്യത്തിനും ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. തുടക്കം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അത് ഒരു വർഷം വരെ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സെക്കൻഡ് വർഷം ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്ന് പറയുന്നത് കുട്ടികളുടെ കാര്യത്തില്. അതിന് പിന്നെ എക്സ്റ്റേണലും ഇന്റേണൽ ഓർഡർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്റേണൽ ഓർഡർ, ഇന്റേണൽ ഓർഡർ എന്ന് പറയുന്നത് ബോഡി പാർട്സിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് കുട്ടികൾക്ക് ഉണ്ടാകും. എക്സ്റ്റേണൽ ഓർഡർ എന്ന് പറയുമ്പോൾ എൻവിയോൺമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കുട്ടികൾക്ക് ഉണ്ടാകും. എൻവയോൺമെന്റിനെ കേട്ടില്ലേ മാം? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ? ഈ ഓർഡർ എങ്ങനെയാണ് കുട്ടികളില് എന്താണ് രൂപപ്പെടുകയും എന്താണ് കുറച്ച് നാളുകൾക്ക് ശേഷം അതെന്ത് ചെയ്യുന്നുണ്ട്? ഡിസപ്പിയർ ആകുകയോ അല്ലെങ്കിൽ മറ്റൊരു എന്താണ് ഹോബി ആയിട്ട് മാറുകയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സെൻസിറ്റിവിറ്റി ടു ഓർഡർ ക്ലിയർ ആണോ?
ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻസിറ്റിവിറ്റി ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആയിരുന്നു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ്. കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ 5 സെൻസസ് അല്ലെ, അവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഏതൊക്കെയാണ് ആ 5 സെൻസസ്? ഏതൊക്കെയാണ് ഒരാളുടെ 5 സെൻസസ് എന്ന് പറയുന്നത്? ears, nose, tongue and skin. ഓക്കെ, ഈ 5 സെൻസസിലൂടെയാണ് ഓക്കെ ഓരോ കുട്ടിയും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് എന്ത് ഒരു ചുറ്റുപാടിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് കുട്ടികളിൽ കാണപ്പെടുന്നുണ്ട്. അവന്റെ ചുറ്റുപാടിനെ, അവന്റെ എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പേജ് നമ്പർ 3 റിജോ. Sensitivity to learning through their 5 senses. Okay, last para. Sensitivity to learning through their 5 senses. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാണ്? സെൻസസ് യൂസ് ചെയ്തിട്ടാണ്. ആ കുട്ടിയുടെ സെൻസ് യൂസ് ചെയ്താണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ചുറ്റുപാടിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാണപ്പെടുന്നുണ്ട്. എന്താണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഒരു ടോയ് കിട്ടിയ എങ്ങനെയാണ് കുട്ടി ബിഹേവ് ചെയ്യുന്നത്? വളരെയധികം സന്തോഷമായിരിക്കും അല്ലേ? അതിനെ തിരിച്ചും മറിച്ചും എന്താണ് നോക്കുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പൊ എന്താണ് വാഹനങ്ങളാണെങ്കിൽ, ആൺകുട്ടികൾക്കാണെങ്കിൽ എന്താണ് വണ്ടികളായിരിക്കും ഇഷ്ടം അല്ലേ? ആ വണ്ടികൾ എന്ത് ചെയ്യും? കുറെ നേരത്തേക്ക് അവര് ആ ഇൻട്രസ്റ്റ് മാറുന്നത് വരെ, ആ എക്സൈറ്റ്മെന്റ് മാറുന്നത് വരെ അത് തന്നെ ആയിരിക്കും കയ്യിൽ കൊണ്ട് നടക്കുന്നത്. ആണോ? എന്താണ് തിരിച്ചും മറിച്ചും നോക്കും. ചിലപ്പോ എന്താണ് അതിന്റെ വീൽസ് ഒക്കെ വലിച്ച് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ആ ചുറ്റുമുള്ള എൻവയോൺമെന്റ്, അവന് കയ്യിൽ കിട്ടുന്ന എന്തായിക്കോട്ടെ അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് കുട്ടികളിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് ഈ ഒബ്സർവ് ചെയ്യുന്നതിനും തിങ്ക് ചെയ്യുന്നതിനും, ഒരു കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കിട്ടിയാൽ അതിനെ ഒബ്സർവ് ചെയ്യുന്നതിനും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിനും എന്താണ് ന്യൂറോളജിക്കൽ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ന്യൂറോളജിക്കൽ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒബ്ജക്ട്സുകളായിരിക്കണം കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത്. ഇപ്പൊ ടോയ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം എങ്ങനെയുള്ളതായിരിക്കണം? അവന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസോ ഒബ്ജക്ട്സുകളോ ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു എന്താണ് ടോയ്സ് വാങ്ങിക്കൊടുക്കുമ്പോഴും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആ കുട്ടിക്ക് ഉണ്ടോ എന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കുട്ടിയോട് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ആക്ടിവിറ്റിയിൽ നിന്ന് കുട്ടി പഠിക്കുന്നുണ്ടോ? ഓക്കെ, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസും ടോയ്സുകളുമാണ് കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളുമാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒബ്ജക്റ്റുമായിട്ട് നിരന്തരം ഇടപഴകുന്നതിലൂടെ കുട്ടി പലതരത്തിലുള്ള സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? ഇത്തരത്തിലുള്ള ടോയ്സുകൾ, നമ്മൾ ഡെയിലി ടോയ്സുകൾ യൂസ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ പലതരത്തിലുള്ള കാര്യങ്ങൾ ആ കുട്ടി പഠിച്ചെടുക്കുന്നുണ്ട്. എന്തൊക്കെ സ്കില്ലായിരിക്കാം? അവന്റെ സെൻസറി സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നില്ലേ? പിന്നെന്തൊക്കെയായിരിക്കാം? ഇന്റലക്ച്വൽ സ്കില്ല് അല്ലേ? ആ കാര്യത്തെ ഇന്റലക്ച്വലി എന്താണ് അവന്റെ സ്കില്ല് ഡെവലപ്പ് ആകുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഈ സെയിം ഒരേ ടോയിനെ തന്നെ, അല്ലെങ്കിൽ ഒരേ ഒബ്ജക്റ്റിനെ തന്നെ ഡെയിലി അതുമായിട്ട് ഇടപഴകുന്നതിലൂടെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ആ കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒബ്ജക്ട്സുകളെ എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ആ കുട്ടി പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ, ഇപ്പൊ നമ്മൾ എന്താണ് ടോയ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ വീല് ഊരിപ്പോന്നു. അപ്പൊ ആ കുട്ടി ചിന്തിക്കും. എന്ത് ചിന്തിക്കും? എന്തുകൊണ്ടാണ് ഇത് ഊരിപ്പോന്നത്?
ഇതെങ്ങനെ പ്രോപ്പർ ആയിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചിന്തിക്കാറില്ലേ കുട്ടികൾ? അത് വീണ്ടും അവർ സെറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? അപ്പോ അതിനെ എന്താണ് പ്രോപ്പർ ആയിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്യാനായിട്ടും പിന്നെന്താണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തിങ്ക് ചെയ്യാനായിട്ടും ആ ഒരു പ്രോബ്ലം പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാനുമുള്ള കഴിവ് കുട്ടികൾ നേടിയെടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഈ നേടിയെടുക്കുന്ന കഴിവ് ഇൻ ഫ്യൂച്ചറിൽ ആ കുട്ടി ഒരു മുതിർന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അവന്റെ മുന്നിൽ എത്തിച്ചേർന്നാൽ അതിനെ പ്രോപ്പർ ആയിട്ട് എന്താണ് നല്ലൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ ആ പ്രോബ്ലത്തെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ഇത്തരം ആക്ടിവിറ്റീസ് മാറുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾ ഫോളോ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എങ്ങനെയാണ് ഇൻ ഫ്യൂച്ചറിൽ ആ കുട്ടിയെ പ്രോബ്ലം സോൾവിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വളർത്തുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, അപ്പൊ ഏതൊരു ടോയ്സ് കിട്ടിയാലും ഏതൊരു ഒബ്ജക്ട്സ് കിട്ടിയാലും ആ കുട്ടി എന്താണ് അതുമായിട്ട് കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യും അല്ലെ? അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ പലതരം സ്കില്ലുകൾ കുട്ടി നേടിയെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെ സ്കില്ലായിരിക്കാം? സെൻസറി സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം? മോട്ടോർ സ്കില്ല്, ആകുന്നുണ്ട്. ദെൻ ഇന്റലക്ച്വൽ സ്കില്ല് ഡെവലപ്പ് ആകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് എന്താണ് കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് ഇൻ ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള ഈ ആക്ടിവിറ്റീസ് കുട്ടിയെ ഒരു പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഹെൽപ്പ് എന്താണ് ആ ഡെവലപ്മെന്റിന് കൂടി കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോബ്ലം വന്നാൽ ആ കുട്ടിയുടെ മുന്നിൽ ഒരു പ്രോബ്ലം ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള റീസൺ തിങ്ക് ചെയ്ത് ഒബ്സർവ് ചെയ്ത് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ ഇത്തരം ആക്ടിവിറ്റീസ് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയ പ്രായത്തിൽ നേടുന്ന എല്ലാ അറിവുകളും എന്താണ് വലുതാകുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ വളർച്ചയ്ക്ക് അവൻ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മോണ്ടിസോറി പറയുന്നത് എന്താണ്? നമ്മൾ സംസാരിക്കുന്നതിനാണ് നാക്ക് ഉപയോഗിക്കുന്നത് അല്ലെ? ടങ് യൂസ് ചെയ്യുന്നത് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ വർക്കുകൾ ചെയ്യാനായിട്ട് നമ്മൾ ഏത് പാർട്ടാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഹാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? നമ്മുടെ കൈകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മോണ്ടിസോറി പറയുന്നു ഈ രണ്ട് പാർട്ടുകളും നമ്മുടെ ശരീരത്തിന്റെ ഈ രണ്ട് ഭാഗങ്ങളും നമ്മുടെ മറ്റേതൊരു ഭാഗത്തേക്കാളും കൂടുതൽ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ടങ്കും ഹാൻഡ്സുമാണ് കൈകളുമാണ് മറ്റേതൊരു ഭാഗത്തേക്കാളും കൂടുതൽ ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? കൈകളും നാക്കുമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഹാൻഡുമായിട്ട് ബേസ് ചെയ്ത് കൈകൾ കൊണ്ട് കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൂടുതൽ നൽകണമെന്ന് പറയാൻ കാരണം. ക്ലിയർ ആണോ? ഐ ഹാൻഡ് കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം ആക്ടിവിറ്റീസ് പഠിച്ചു അല്ലേ? സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എന്താണ് ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് ധാരാളം നൽകണം. എന്തുകൊണ്ടാണ്? ഈ രണ്ട് പാർട്സുമാണ് എന്ത് ബുദ്ധിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ക്ലിയർ ആണോ? അതുകൊണ്ട് തന്നെ മോണ്ടിസോറി ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ്. എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ്? മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ ഉപകരണങ്ങൾ എന്നാണ് മോണ്ടിസോറി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താ? എന്തുകൊണ്ടാ? ഈ രണ്ട് ഭാഗങ്ങളുമാണ് ഹാൻഡ്സും പിന്നെ കൈകളും ടങ്കുമാണ് മറ്റേതൊരു ഭാഗത്തേക്കാളും കൂടുതൽ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, അപ്പൊ അവന് നൽകുന്ന ഏതൊരു ആക്ടിവിറ്റിയും എങ്ങനെയുള്ളതായിരിക്കണം? ഈ രണ്ട് ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് കൈകൾ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള, സംസാരിക്കാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള ധാരാളം ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് നൽകേണ്ടത് എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഒരു കുട്ടിയുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളായിരിക്കണം. എങ്ങനെയാണ് അവന്റെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളായിരിക്കണം. അതായത് അവന്റെ സെൻസറി സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒബ്ജക്ട്സുകളായിരിക്കണം അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആയിരിക്കണം കുട്ടികൾക്ക് കൂടുതൽ നൽകേണ്ടത്. ക്ലിയർ ആണോ?
അപ്പൊ ഏതൊക്കെ ഒബ്ജക്ട്സ് ആയിരിക്കാം? കാണാനും കേൾക്കാനും അവന്റെ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകളാണ് കൂടുതൽ നൽകേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താം? ഓക്കെ, അത് നമുക്ക് ഡിസ്കഷൻ പീരീഡിൽ എന്താണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനെപ്പറ്റി. അപ്പൊ നെക്സ്റ്റ് പിന്നെ പറയുന്നത് എന്താണ്? കുട്ടികൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്താണ്? കുട്ടികൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യും അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അവൻ എന്തെങ്കിലും ഒരു റാൻഡം ചോയ്സിന്റെ ബേസിലാണോ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്കില്ല് എൻഹാൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ ബേസിലാണോ ആ ആക്ടിവിറ്റി ചെയ്യുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മറ്റൊരു രീതിയിൽ പറഞ്ഞാല് കുട്ടി ഏതൊരു ആക്ടിവിറ്റി ചെയ്താലും എന്താണ് അവൻ അറിഞ്ഞോ അറിയാതെയോ അവന്റെ ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ആകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാവോ? എന്താണ്? ഏതെങ്കിലും ഒരു ഏത് ആക്ടിവിറ്റി ആയിക്കോട്ടെ ചെയ്താലും അവൻ ചിലപ്പോൾ അറിയാതെ ആയിരിക്കും, അറിഞ്ഞോ അറിയാതെയോ അവന്റെ പലതരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ആകുന്നുണ്ട്. ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, സപ്പോസ് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് കുട്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും ആ കുട്ടിയിൽ സംഭവിക്കുന്നത്? അവന്റെ ലക്ഷ്യം എന്തായിരിക്കും? അത് അറേഞ്ച് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നതായിരിക്കും അവന്റെ പർപ്പസ്, അവന്റെ ലക്ഷ്യം അതായിരിക്കും. പക്ഷെ അവൻ അറിയാതെ തന്നെ മറ്റു പല ഡെവലപ്മെന്റും അവരിൽ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കാം? കളേഴ്സ് പഠിക്കല്, കളേഴ്സ് പഠിക്കും ആ കുട്ടി അല്ലേ? ഓക്കെ, പിന്നെന്താണ്? ഓർഡർ പഠിക്കുന്നുണ്ട് ഇല്ലേ? ഓർഡറിൽ വെക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഷേപ്സ്, എന്തോ ഡിഫറെന്റ് ഷേപ്സ്. ഓക്കെ, ഷേപ്സുകൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അവന്റെ ലക്ഷ്യം അത് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ അവൻ അറിയാതെ തന്നെ പലതരത്തിലുള്ള കഴിവുകളും അല്ല ഡെവലപ്മെന്റും അവനിൽ സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ മോണ്ടിസോറി അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റ് ഇത്തരത്തിലുള്ള സെൻസറി സ്കില്ല് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള അപ്പാരറ്റസുകളാണ് അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെയാണ്? ഈ സെൻസറി സ്കില്ലുകൾ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അപ്പാരറ്റസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സെൻസറി എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്? സെൻസറി എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഓരോ കാര്യങ്ങളെ, ഓരോ വസ്തുക്കളെ ഓർഡർ ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്, പിന്നെന്താണ് അറേഞ്ച് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെന്തൊക്കെയായിരിക്കാം? പിന്നെന്തൊക്കെ പഠിക്കുന്നുണ്ട്? ബിഗ് സ്മോള്. ബിഗ് സ്മോൾ അല്ലെ? അറേഞ്ച് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, ഓർഡർ ചെയ്യാൻ പഠിക്കുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാനും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏത് സെൻസുമായിട്ട് ബന്ധപ്പെട്ട സെൻസിറ്റിവിറ്റി. ഓക്കെ, ലേണിംഗ് ത്രൂ 5 സെൻസസ് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് നമ്മള്? എന്തൊക്കെയായിരുന്നു? കുട്ടികൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് സെൻസസ് ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ അവരുടെ ചുറ്റുപാടിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് കുട്ടികളിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു ടോയ്സ് കിട്ടിയാൽ ആ കുട്ടി എന്ത് ചെയ്യും? അതുമായിട്ട് കൂടുതൽ നേരം സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലേ? അതിനെ തിരിച്ചും മറിച്ചും നോക്കും അല്ലേ? അങ്ങനെയാണ് കുട്ടികൾ. അതെന്തുകൊണ്ടാണ്? അവർക്ക് ആ നാച്ചുറൽ ആയിട്ട് തന്നെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എന്താണ് സംഭവം എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പൊ ആ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒബ്ജക്ട്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന്, അവരുടെ എന്താണ് കഴിവുകൾ വളർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒബ്ജക്ട്സുകളോ ടോയ്സുകളോ ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെന്തായിരുന്നു പഠിച്ചത്? പിന്നെന്തായിരുന്നു? എന്തൊക്കെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കുട്ടികള്? ഈ ടോയ്സിലൂടെ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഈ ഒബ്ജക്റ്റ് ഡെയിലി അതുമായിട്ട് ഇടപഴകുന്നതിലൂടെ പലതരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ആകുന്നുണ്ട്, ഇത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ആകുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെന്തായിരുന്നു? അപ്പൊ ഇതിലൂടെ അവൻ എന്താണ് ഒരു പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു കഴിവ് നേടിയെടുക്കുന്നുണ്ട്. ഓക്കെ,
ഈ സെയിം ഒബ്ജക്റ്റിലൂടെ ഡെയിലി ഇടപഴകുന്നതിലൂടെ എങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യാമെന്ന് ആ കുട്ടി പഠിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ടോയ്സ് കിട്ടി, അതിന്റെ വീൽസ് ഒക്കെ ഊരിപ്പോന്നാൽ അവൻ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇത് ഊരിപ്പോകുന്നത്, അതെങ്ങനെ വീണ്ടും ഫിറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലം വന്നാൽ അതിനെ ഒബ്സർവ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷനിൽ എത്തിച്ചേരാൻ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് എന്താണ്, ഗുണകരമാണ്. ഇൻ ഫ്യൂച്ചറിൽ എന്താണ്, ഇതേപോലെയുള്ള ഒരു കോംപ്ലക്സ് ഇഷ്യൂ വന്നാൽ അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ള ഒരു കഴിവ് ഈ കുട്ടി നേടിയെടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? പിന്നെ മോണ്ടിസോറി എന്താണ് പറയുന്നത്, ഹാൻഡ്, പിന്നെന്തായിരുന്നു, ടങ്, ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിനെന്താണ് വിശേഷിപ്പിച്ചത്? Instrument of man intelligence. Instrument of man intelligent. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ് എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഹാൻഡ് അല്ലെ, എന്താണ്, കൈകൊണ്ട് കൂടുതൽ ചെയ്യാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകളായിരിക്കണം കുട്ടികൾക്ക് കൂടുതലായിട്ട് നൽകേണ്ടത്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? പിന്നെന്തായിരുന്നു പറഞ്ഞത്? മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകത പറഞ്ഞു അല്ലെ. അവിടെ എങ്ങനെയാണ് ഈ സെൻസറി സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അപ്പാരറ്റസുകളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഈ സെൻസറി എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്? ഓർഗനൈസ് ചെയ്യാനായിട്ടും കാറ്റഗറൈസ് ചെയ്യാനായിട്ടും അങ്ങനെ പലതരത്തിലുള്ള സ്കില്ലുകൾ, അറിവുകൾ കുട്ടികൾ നേടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അത് ഏതായിരുന്നു? സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദയർ 5 സെൻസ്. നെക്സ്റ്റ് വരുന്നതാണ് സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്. എന്താണ്? കുട്ടികൾക്ക് ചെറിയ ഒബ്ജക്ട്സുകളോട് അല്ലെ, ചെറിയ വസ്തുക്കളോട് ഒരു അട്രാക്ഷൻ കൂടുതലാണ്. അങ്ങനെയാണ് ചെറിയ കുട്ടികൾക്ക് ചെറിയ വസ്തുക്കളോട്, ചെറിയ ഒബ്ജക്ട്സുകളോട് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയാണോ? മിക്ക കുട്ടികളും എന്താണ്, ഇഴഞ്ഞു തുടങ്ങുമ്പോൾ ചെറിയ വസ്തുക്കളൊക്കെ കയ്യിൽ പിടിക്കാനും വായിലിടാനൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാണ്? അത്തരം വസ്തുക്കളോട് ഒരു അട്രാക്ഷൻ ഈ കുട്ടികൾക്ക് കൂടുതലായിരിക്കും. അപ്പൊ ഇതിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഈ കുട്ടിയെ, ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ ഒരു പൂന്തോട്ടത്തിലോട്ട്, ഒരു ഗാർഡനിലോട്ട് കൊണ്ടുപോയാല് സെൻസിറ്റിവിറ്റി ടു, ഓക്കെ, ഇതില് നെക്സ്റ്റ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോ സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട് നോക്കാം. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ എല്ലാവരുടെയും PDF-ല്? ഓക്കെ, നമുക്ക് ആ ഓർഡറിൽ തന്നെ പോകാം. സെൻസിറ്റിവിറ്റി എന്തോ കാണുന്നില്ല. സ്ക്രീൻ അല്ലേ? ഓക്കെ, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഇതില്? കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഇത്തരം ചെറിയ വസ്തുക്കളോട് എന്താണ്, ഒരു അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഈ സ്മോൾ ഒബ്ജക്ട്സിനോട് ഒരു സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇതിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഒരു ചെറിയ കുട്ടിയെ ഒരു ഗാർഡനിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ ആ കുട്ടി എന്തായിരിക്കും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത്? ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി ആയിരിക്കും ഒബ്സർവ് ചെയ്യുന്നത് ആണോ? അവിടെയുള്ള ചെറിയ വസ്തുക്കളെ, മൈന്യൂട്ട് ആയിട്ടുള്ള വസ്തുക്കളെ ആയിരിക്കും അവൻ ഒബ്സർവ് ചെയ്യുന്നത്. എന്താണ്, കൂട്ടമായിട്ട് പോകുന്ന ഉറുമ്പുകളെയോ അല്ലെങ്കിൽ എന്താണ്, ലേഡി ബേർഡിനെയോ, ഇത്തരത്തിലുള്ള ചെറിയ വസ്തുക്കളെ ആയിരിക്കും കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഈ ചെറിയ വസ്തുക്കൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അവൻ പലതരത്തിലുള്ള ഡെവലപ്മെന്റും നേടിയെടുക്കുന്നുണ്ട്. എന്തൊക്കെ ഡെവലപ്മെന്റ് ആയിരിക്കും അവനിൽ സംഭവിക്കുന്നത്? ഈ ചെറിയ വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഡെവലപ്മെന്റ് ആയിരിക്കും ഒരു കുട്ടി നേടിയെടുക്കുന്നത്? എന്തൊക്കെയായിരിക്കും? ഒബ്സർവേഷൻ സ്കില്ല് കൂടുന്നുണ്ട് ആ കുട്ടിയുടെ, ഒരു കാര്യത്തെ നിരീക്ഷിക്കാനുള്ള കഴിവ് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ പവർ, ഓക്കെ, ഒരേ കാര്യത്തിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ഏകാഗ്രത, കോൺസെൻട്രേഷൻ പവർ കൂടുന്നുണ്ട്. പിന്നെന്താണ്?
അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് ഇൻ ഫ്യൂച്ചറിലായിക്കോട്ടെ എന്താണ് ഒരു പ്രോബ്ലംസ് വന്നാല് പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് ആ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് കൂടുതൽ സമയം അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷനിൽ എത്തിച്ചേരാൻ എന്ത് ഈ ആക്ടിവിറ്റി കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്, കുട്ടികൾക്ക് ചെറിയ വസ്തുക്കളോട് ഒരു അട്രാക്ഷൻ കൂടുതലാണ്. ഏതൊരു ചെറിയ വസ്തു കണ്ടാലും കുട്ടികൾ എന്താണ് കൂടുതൽ സമയം അതുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലെ. ഇപ്പൊ ഒരു ചെറിയ വണ്ട് ഇഴഞ്ഞു പോയാൽ കുട്ടി അതിനെ തന്നെ കുറെ നേരം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ? അങ്ങനെയാണോ കുട്ടികള്? അപ്പോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കുട്ടികള്, ചെറിയ വസ്തുക്കളെ കൂടുതൽ സമയം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ആക്ടിവിറ്റി കുട്ടികളെ പലതരത്തിലുള്ള കഴിവുകൾ നേടാനായിട്ട് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഡെവലപ്മെന്റിനാ ഹെൽപ്പ് ചെയ്യുന്നത്? കുട്ടികളുടെ ഒബ്സർവേഷൻ കൂടുന്നുണ്ട് അല്ലെ, ഒരു കാര്യത്തെ നിരീക്ഷിക്കാനുള്ള കഴിവ് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണ്, കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട് അല്ലെ, കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. പിന്നെന്താണ്, ഫോക്കസ്, അതിൽ തന്നെ വിഷ്വൽ പവർ, എന്തോ വിഷ്വൽ പവർ ഇൻക്രീസ് ചെയ്യും. വിഷ്വൽ പവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോക്കസ് ചെയ്യാനുള്ള ആ കഴിവ് കൂടുന്നുണ്ട്. അപ്പൊ ഇൻ ഫ്യൂച്ചറിൽ ഒരു മുതിർന്നു കഴിയുമ്പോൾ ഈ ആക്ടിവിറ്റി ഇങ്ങനെ ചെറിയ വസ്തുക്കളെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ടൈം ഒരേ കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് അവൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു പ്രോബ്ലം വന്നാല് ആ കാര്യത്തെ വിശദമായിട്ട് പരിശോധിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരാനായിട്ട് അവന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇതാണ് സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികൾക്ക് എന്താണ് ചെറിയ വസ്തുക്കളോട് ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ എന്താണ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഈ സെൻസസ്, നമ്മൾ 5 സെൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അത് എന്താണ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് നൽകാനായിട്ട് കഴിയുന്നത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് നൽകാൻ കുട്ടികൾക്ക്? നമ്മൾ പറഞ്ഞു എന്താണ് മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ടങ്കും ഹാൻഡ്സുമാണ് ബുദ്ധിയുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കൂടുതൽ നൽകണമെന്ന് പറഞ്ഞു കുട്ടികൾക്ക്. ഹാൻഡും ടങ്കുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് നൽകണം. അപ്പൊ എത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളാണ് കുട്ടികൾക്ക് നൽകാൻ കഴിയുന്നത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് നൽകാം? ഈ മുത്തുകളൊക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പിക്ക് ചെയ്യാന്. ഓക്കെ, കൗണ്ട് ചെയ്യാനായിട്ട് നൽകാം. പിന്നെന്താണ്? വേറൊരു ആക്ടിവിറ്റീസും ഇല്ലോ? ഡ്രോയിങ് നൽകാം അല്ലെ. ഡ്രോയിങ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഡ്രോയിങ് നൽകാം. അവന്റെ ഇമാജിനേഷൻ പവർ കൂട്ടാനായിട്ട് ഡ്രോയിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇമാജിനേഷൻ പവർ കൂട്ടാനായിട്ട് അവന്റെ ഇമാജിനേഷന്റെ ബേസിലല്ലേ അവൻ ഓരോ കാര്യങ്ങളും ഡ്രോ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് പെയിന്റിങ്ങും. ഓക്കെ, ഇമാജിനേഷൻ പവർ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നൽകാം? ഈ ഹാൻഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നൽകാം? സാൻഡ് പേപ്പറിൽ ഒരു ലെറ്റേഴ്സ് എഴുതിയിട്ട് അത് ഓക്കെ ഭാവന. പിന്നെന്താണ്? അഫ്ര എന്നാണോ പേര്? ജസ്ന. ഓക്കെ ജസ്ന, പറയൂ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഓക്കെ ആലോചിച്ചോളൂ, എല്ലാവരും ആലോചിച്ചോളൂ ഇരുന്ന്. ദെൻ ശരണ്യ. എന്തൊക്കെ ആക്ടിവിറ്റീസ് നൽകാം? 2 പിക്ചേഴ്സ് കൊടുത്തിട്ട് തമ്മിലുള്ള ഡിഫറൻസ് ഒബ്സർവ് ചെയ്ത് പറയാൻ. ഓക്കെ, ദെൻ പിക്ചർ പൂർത്തീകരണം, മറ്റേ 1 2 3 യോജിപ്പിച്ച്. ഡോട്ടുകളെ കണക്ട് ചെയ്യാനായിട്ട് അല്ലേ, കണക്ട് ദ ഡോട്ട്സ് അതല്ലേ. ഡോട്ട്സുകളോ നമ്പേഴ്സോ ലെറ്റേഴ്സോ ഓക്കെ, അത്തരത്തിലൊരു ആക്ടിവിറ്റി നൽകാം. പിന്നെന്തൊക്കെയാണ്? വസ്തുക്കൾ തരംതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ്. നോട്ട് ചെയ്യാനായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് നൽകാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താണ്? 5 സെൻസ്
കാണിച്ചിട്ട് അവരെ കൊണ്ട് അത് പറയിപ്പിക്കാം. എന്തോ വൺസ് മോർ എന്താണ്? വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചിട്ട് അവരെ കൊണ്ട് അത് എന്താണെന്നൊക്കെ പറയിപ്പിച്ചു. ഓക്കെ. അപ്പൊ 5 സെൻസ് യൂസ് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാ? കുട്ടിയുടെ 5 സെൻസ് യൂസ് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെ നൽകാം? ഇപ്പൊ വെജിറ്റബിൾസിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, കണ്ണുകൊണ്ട് അത് കണ്ടുകൊണ്ട് എന്ത് പറയാം, നമുക്ക് പറയാം, അതിന്റെ പേരെന്താണെന്ന് പറയാം. പിന്നെന്താണ്? കളർ. ഓക്കെ, കളർ. ദെൻ സൈസ്. എന്തോ? അതിന്റെ സൈസ് ബിഗ് ആണോ സ്മോൾ ആണോ, റൗണ്ട് ഷേപ്പ്. ഓക്കെ. ഓരോ ആനിമൽസിന്റെ ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട് കേൾപ്പിച്ചിട്ട് വെരി ഗുഡ്. സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാനും. വെരി ഗുഡ്. സൗണ്ട് കേൾപ്പിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഏത് സെൻസ് ആയിരിക്കും കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടത്? ഇയർ. ഓക്കെ, ഇയർ ആണ് കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ ഏതാണ്? പിന്നെ സ്മെല്ല് ചെയ്യാൻ വേണ്ടിട്ട് സ്മെല്ല് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് കൊടുക്കാം. അപ്പൊ ഏത് സെൻസ് ആണ് പ്രവർത്തിക്കേണ്ടത് കൂടുതലായിട്ട്? നോസ് ആണ് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ ഏതൊക്കെയാണ്? പിന്നെ ടേസ്റ്റ് തിരിച്ചറിയാനായിട്ട്. എന്തോ? ഒരു ടേസ്റ്റ് തിരിച്ചറിയാനായിട്ട്. ഓക്കെ. ടേസ്റ്റ്. ഓക്കെ, ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യിപ്പിക്കാം? ടേസ്റ്റ് തിരിച്ചറിയാനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നൽകാം അല്ലെ? ഒരു വെജിറ്റബിൾ കൊടുത്തിട്ട് ടച്ച് ചെയ്തുകൊണ്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കാം. ഓക്കെ, ദെൻ ഭാവന. സാൻഡ് പേപ്പർ കട്ട് ചെയ്തിട്ട് ലെറ്റേഴ്സ് ആക്കിയിട്ട് അത് കണ്ണടച്ചിട്ട് അവരെ കൊണ്ട് തൊട്ട് ഇത് ഏത് ലെറ്റർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കാം. ഓക്കെ, ഫ്ലോറിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡ് പോയിന്റും കൊടുക്കുക. എന്നിട്ട് ഷേപ്സ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങി ഓരോ ഷേപ്സ് വരയ്ക്കാം. എന്നിട്ട് ജമ്പ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഷേപ്സിൽ ഒരു ജമ്പ് ചെയ്ത് പോണം. ഓക്കെ. ടേസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് നാരങ്ങ ഇച്ചിരി വെള്ളത്തിൽ നാരങ്ങ കലക്കിയിട്ട് അത് ഉപ്പ് ഇട്ട് കലക്കാം, മധുരം ഇട്ട് കലക്കാം, പിന്നെ രണ്ടും കൂടി മിക്സ് ആയിട്ട് കലക്കാം. അപ്പൊ കുട്ടികൾക്ക് പലതരം ടേസ്റ്റ് അറിയാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അത്തരത്തിലൊരു ആക്ടിവിറ്റി കൊടുക്കാവുന്നതാണ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഭാവന പറയൂ, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് പറയൂ. 5 സെൻസ് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റി. ദെൻ ജസ്ന, ആലോചിച്ചോ ജസ്ന? ഞാനൊരെണ്ണം പറഞ്ഞില്ല ഇപ്പൊ. സോറി. ദെൻ ഭാവന. ഒരു മിനിറ്റ്, ഞാൻ ആലോചിക്കട്ടെ. വേറെന്തെങ്കിലും ഉണ്ടോ? മച്ചിങ്ങനെ വെച്ച് വണ്ടി ഉണ്ടാക്കി കറക്കി വെള്ളക്കയില്ലേ ഈ തെങ്ങിന്റെ വെള്ളക്ക വെച്ചിട്ട് ഈർക്കിളി കുത്തി വണ്ടി ഉണ്ടാക്കി കറക്കി കാണി. അപ്പൊ കൈ വെച്ചും കറക്കും അവര് ഉരുട്ടിയും കളിക്കാലോ. ഓക്കെ. അതുപോലെ ഹാർഡായ സോഫ്റ്റ് ആയ വസ്തുക്കൾ അവരെ ടച്ച് ചെയ്യിപ്പിച്ചിട്ട് ഹാർഡ് ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായ മെറ്റീരിയൽസ് തിരിച്ചറിയാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാം അല്ലെ? അപ്പൊ ഏതായിരിക്കും അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സെൻസ്? ഏതായിരിക്കും? ഹാൻഡ്. ടച്ച് ആയാലേ ഹാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ സോളിഡ് ഒബ്ജക്ട്സ് തിരിച്ചറിയാൻ വേണ്ടിട്ട് അവർക്ക് ടച്ച് ചെയ്ത് പറയിക്കാൻ പറ്റും. വാട്ടർ അങ്ങനെ സോളിഡ് ആയിട്ടുള്ള ആണോ ലിക്വിഡ് ആണോ എന്നല്ലേ? ഓക്കെ. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാവുന്നതാണ്. പിന്നെന്താണ്? പിന്നെ 2 വസ്തുക്കൾ അകലെയും അടുത്തും വെച്ചിട്ട് ഫാറും നിയറും പഠിപ്പിക്കാം. ഫാറും നിയർ. ഇപ്പൊ നമ്മൾ 5 സെൻസ് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കണ്ടുകൊണ്ടത് പറയാം അല്ലേ? ഓക്കെ.
ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ആണ്. ഇപ്പൊ നമ്മളൊരു ടോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കുട്ടിക്ക് നൽകുന്നു. ഓക്കെ, എന്തൊക്കെ ഡെവലപ്മെന്റ് ആ കുട്ടിയിൽ ഉണ്ടാകണം? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ആ കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട്? ഓർഡർ പഠിക്കുന്നുണ്ട് അല്ലെ, കളർ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഷേപ്പ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് പറയൂ. കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയാണ്? എന്തൊക്കെ കൊടുക്കാം? അപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും കൊടുക്കാം. അതിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? പറയൂ. എന്തായാലും റെസ്പോണ്ട് ചെയ്യാത്തെ? ടോള് ഷോർട്ട് ആയിട്ട് ഒരു വസ്തു. അതെങ്ങനെ പഠിപ്പിക്കും? ടോളും ഷോർട്ടും കുട്ടിയെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കും? ഏത് ഒബ്ജക്ട്സ് കൊടുക്കും? ഒരു ബിൽഡിംഗ് വരച്ചിട്ട്, ബിൽഡിങ്ങോ എന്തെങ്കിലും വരച്ചിട്ട് ചെറിയ ബിൽഡിങ്ങും വലിയ ബിൽഡിങ്ങും വരയ്ക്കുക. എന്നിട്ട് ഇത് വലുത് ടോള് ചെറുത് ഷോർട്ട് എന്ന് കാണിക്കാം. പിന്നെ വീട്ടിൽ രണ്ട് പിള്ളേർ വരെ ടോളും ഷോർട്ടും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിലി കുട്ടികൾക്ക് അതായിരിക്കും ക്യാച്ച് ചെയ്യാൻ പറ്റണം അല്ലേ? ഓക്കെ, പിന്നെന്താണ്? ഇതേപോലെ വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ? സൗണ്ട് മാച്ച് ചെയ്യാനായിട്ട്, സൗണ്ട് മാച്ച് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. ദെൻ കുട്ടിയെ വെയിറ്റ്, ഓക്കെ, വെയിറ്റ് ഉള്ള വസ്തുക്കൾ കൊടുത്താൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം? ഫാറ്റ് തിന്ന്, എന്തോ ഫാറ്റ് തിന്ന് പഠിപ്പിക്കാം. ഓക്കെ. ബിഗ് സ്മോൾ പഠിപ്പിക്കാം. ബിഗ് സ്മോൾ പഠിപ്പിക്കാം. പിന്നെന്താണ്? അപ്പൊ ബിഗ് സ്മോളും പഠിപ്പിക്കാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒബ്ജക്ട്സുകൾ ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പിന്നെന്തൊക്കെയാണ്? കളേഴ്സ് പഠിപ്പിക്കാം അല്ലെ, കുട്ടികളെ കളേഴ്സ് പഠിപ്പിക്കാം. അതിനെന്തൊക്കെ ഒബ്ജക്ട്സുകൾ നമുക്ക് നൽകാം? ഒരു കുട്ടിയെ കളർ പഠിപ്പിക്കണം. എങ്ങനെയായിരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഫ്ലവേഴ്സ് കൊടുക്കാം. ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്. ഫ്ലവേഴ്സ് കാണിച്ചുകൊണ്ട് കളർ പഠിപ്പിക്കാം. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ കാണിച്ചുകൊണ്ട് കുട്ടികളെ കളർ പഠിപ്പിക്കാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ പിന്നെന്താണ്? നമ്പേഴ്സ് പഠിപ്പിക്കണം. ഓക്കെ, ഒരു കുട്ടിയെ പെട്ടെന്ന് തന്നെ നമ്പർ പഠിപ്പിക്കണം നമുക്ക് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താം? എങ്ങനെയൊക്കെ നമ്പർ പഠിപ്പിക്കാം? നിങ്ങൾ നാളെ എന്തായാലും സ്കൂളിൽ പഠിപ്പിക്കാൻ പോകും അല്ലേ? ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്കൂളിൽ ട്രെയിനിങ്ങിന് പോകണം. ആ സമയത്ത് അവിടെയുള്ള കുട്ടികളെ നമ്പേഴ്സ് പഠിപ്പിക്കണം. അപ്പൊ എങ്ങനെയായിരിക്കും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്പർ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ ഐഡിയയില് പഠിപ്പിക്കാം അല്ലേ? ഓക്കെ, പിന്നെന്താണ്? റൈംസിലൂടെ യൂസ് ചെയ്ത് പഠിപ്പിക്കാം. വെരി ഗുഡ്, ഫിംഗേഴ്സ് യൂസ് ചെയ്ത് പഠിപ്പിക്കാം. ഓക്കെ, പിന്നെന്താണ്? അവരോട് തന്നെ ലീവ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അത് എണ്ണി പഠിപ്പിക്കാം. അവരെ കൊണ്ട് തന്നെ കളക്ട് ചെയ്തിട്ട് ഇപ്പൊ ബീഡ്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്പർ പറഞ്ഞാൽ അത് കൗണ്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ പറയാം അല്ലെ? അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കാം. പിന്നെന്താണ്? ആ ക്ലാസ്സിലെ കുട്ടികളെ തന്നെ എണ്ണി എത്ര പേരുണ്ടെന്ന് ചെയ്തിട്ടേ നമുക്ക് എണ്ണാൻ പഠിപ്പിക്കാം. വെരി ഗുഡ് ആൽഫ. ഓക്കെ, വേറെന്തെങ്കിലും ഉണ്ടോ? വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? അബാക്കസ് പോലെയുള്ളതൊക്കെ അബാക്കസ് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാവുന്നതാണ്. പിന്നെ
പിന്നെ പ്രോബ്ലം സോൾവിങ് നമ്മൾ പറഞ്ഞില്ലേ, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ആക്ടിവിറ്റീസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. എത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ഈ പ്രോബ്ലം സോൾവിങ്ങിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്? അഡീഷൻ സബ്ട്രാക്ഷൻ പോലെയുള്ള കൊടുക്കാം, ആഡ് ചെയ്യാനും. ഓക്കെ, ആ സെൻസിൽ ഓക്കെ. അല്ലാതെ ഇപ്പൊ നമ്മൾ നേരത്തെ ഫിംഗർ ഉപയോഗിച്ച് എന്താ ലിൻഡ? ഫിംഗർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് പ്രോബ്ലം സോൾവിങ് മീൻസ് എങ്ങനെയാണ്, ഇപ്പൊ ഒരു ടോയ്സ് കുട്ടിയുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അതിനെ പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് കൺക്ലൂഷനിൽ എത്തിച്ചേരുക. ഓക്കെ, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോയ്സ് കംപ്ലൈന്റ് ആയി, കുട്ടി തിങ്ക് ചെയ്യാൻ തുടങ്ങും എങ്ങനെ അത് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ്, എന്താണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് വീൽസ് ഊരിപ്പോകുന്നത്, ഇത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും ആ കുട്ടികൾ അത് ഫിറ്റ് ചെയ്യാറുണ്ട്. അത് ഒബ്സർവ് ചെയ്ത് തിങ്ക് ചെയ്തല്ല അവരൊരു ഫൈനൽ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോ പ്രോബ്ലം സോൾവിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയാണ്? ബിൽഡിംഗ് ബ്ലോക്സ് ഒരു പ്രോബ്ലം സോൾവിങ് അല്ലേ? അവനൊരു പ്രോബ്ലം കൊടുക്കുകയാണ്, ധാരാളം ക്യൂബ്സുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം, ഏത് ഓർഡറിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഫൈനലി അവൻ ഒബ്സർവ് ചെയ്ത്, ചിലപ്പോൾ മിസ്റ്റേക്സുകൾ വരാം അല്ലേ, ഒബ്സർവ് ചെയ്ത് ഓരോന്നും അറേഞ്ച് ചെയ്ത് ഫൈനൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്. പസിൽസ് കൊടുക്കാം. വെരി ഗുഡ്, പസിൽസ് കൊടുക്കാം. ഓക്കെ, പസിൽസ് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ്? മെയിൽസ് വഴി കാണിച്ചു കൊടുക്കാൻ. ഓക്കെ. പിന്നെന്തൊക്കെയാണ്? മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് കൊടുക്കാവുന്നതാണ്. പിന്നെ പറഞ്ഞില്ലേ കണക്ട് ദ ഡോട്ട്സ്, ആ ഒരു ആക്ടിവിറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ കളർ ചെയ്തിട്ട് ഹിഡൻ ആയിട്ടുള്ള സംഭവങ്ങളെ കണ്ടുപിടിക്കാൻ പറയുന്ന കുറെ ഒബ്ജക്റ്റുകൾക്കുള്ളിൽ നിന്നും കളർ ചെയ്തുകൊണ്ട് അല്ലേ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ കണ്ടെത്തുക. പിന്നെ പകുതി വരച്ച് ബാക്കി പകുതി അവർ ഇമാജിൻ ചെയ്യും. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുട്ടിയെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു പ്രോബ്ലം വന്നാൽ ഭാവിയിലായിക്കോട്ടെ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം വന്നാൽ ആ പ്രോബ്ലത്തെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാം, ഒബ്സർവ് ചെയ്ത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരാം. ഓക്കെ, ആ ഒരു സ്കില്ല് നേടിയെടുക്കുന്നതിന് ഇത്തരം ചെറിയ ആക്ടിവിറ്റീസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഫൗണ്ടേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, വേറെന്തെങ്കിലും പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസ് ഉണ്ടോ? ഡിഫറൻസ് കണ്ടെത്താനായിട്ട്. ഓക്കെ. പിക്ചറിൽ നിന്നും വ്യത്യാസങ്ങൾ കണ്ടെത്താനായിട്ട് അല്ലെ? ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്? അപ്പൊ കുട്ടി ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുത്താൽ കുട്ടി എന്തായിരിക്കും ചെയ്യുന്നത്? തിങ്ക് ചെയ്യും ആദ്യം അല്ലെ? പ്രോപ്പർ ആയിട്ട് ഇത് ഒബ്സർവ് ചെയ്യും, ഏതൊക്കെ പിക്ചർ ആണെന്ന് ഒബ്സർവ് ചെയ്യും. പിന്നെന്താണ്, വ്യത്യാസങ്ങൾ കണ്ടെത്താനായിട്ട് തുടങ്ങും. ചിലപ്പോൾ മിസ്റ്റേക്സ് വരും, വീണ്ടും ട്രൈ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ ആ കുട്ടി അവസാനം എത്തിച്ചേരുന്നതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രോബ്ലം സോൾവിങ്ങുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആക്ടിവിറ്റീസ്? മാം, ഈ ABCD ലെറ്റേഴ്സ് കൊടുത്തിട്ട് കുറെ എണ്ണം മിസ്സാക്കി കൊടുക്കണം. അപ്പൊ അതിൽ ഏതാണ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെ? അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടും പഠിപ്പിക്കാം. അത്തരം ഒരു ആക്ടിവിറ്റീസും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് കുട്ടി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് കുട്ടിയിൽ അവൻ അറിയാതെ തന്നെ വളർത്തിയെടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇതിന് റെഡി ആണോ? ആക്ഷൻ സോങ്, റോൾ പ്ലേ ഓർ സ്റ്റോറി ടെല്ലിംഗ്?
കഴിഞ്ഞ ക്ലാസ്സിൽ ആരാ ഈ ക്ലാസ്സിൽ ചെയ്യാന്ന് പറ അഫ്രയാണോ ജസ്നയാണോ? പേര് ചെയ്തിരുന്നു അല്ലേ? ആക്ഷൻ സോങ് എല്ലാവരും ചെയ്തായിരുന്നു. ആരും ഒരാൾ ചെയ്യാനുണ്ടായിരുന്നല്ലോ. Then role play. സഫിയ ചെയ്തായിരുന്നു. സഫിയ ചെയ്തിട്ടുണ്ട് മാം. റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. Then സ്റ്റോറി ടെല്ലിങ്ങിന് റെഡി ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? ഇന്ന് ശരിയായിട്ടില്ല, പ്രിപ്പറേഷൻ ശരിയായിട്ടില്ല. ഓക്കെ. ആരിഫ യെസ് മാം. ആരിഫ് ഓക്കെ. റെഡി ആണോ? സ്റ്റോറി ടെല്ലിങ്ങിന് റെഡി ആണോ? നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും പ്രിപ്പയർ ചെയ്യണമെന്ന്. Then ജസ്ന ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ സ്റ്റോറി ടെല്ലിംഗ്? ഇന്ന് മാമിന്റെ ക്ലാസ് ആണെന്ന് വിചാരിച്ചില്ല മാം. ഇറ്റ്സ് ഓക്കെ. Then ദീപ്തി ആർ യു റെഡി ആണോ? ആക്ഷൻ സോങ്ങിന് റെഡി ആണോ? അത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമേ ഒബ്ജക്റ്റുകൾ പിള്ളേരുടെ കയ്യിലാണ്, അവര് കളിക്കാൻ കൊണ്ടുപോയേക്കാ. മറ്റേ ബോളും സാധനങ്ങളൊക്കെ അവര് കൊണ്ടുപോയി. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങളിൽ എല്ലാവരും ആക്ഷൻ സോങ്ങും റോൾ പ്ലേയും കംപ്ലീറ്റ് ചെയ്തവരാണ്. അങ്ങനെയാണോ? ഓക്കെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെയാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെൻസിറ്റീവ് പീരീഡുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? സെൻസിറ്റിവിറ്റി ടു ഓർഡർ. അതിലെന്താ പറയുന്നത്? സെൻസിറ്റിവിറ്റി ടു ഓർഡറിൽ എന്താ പറയുന്നത്? കുട്ടികൾക്ക് എല്ലാ കാര്യത്തിനും ഒരു ഓർഡർ ഉണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുകയും പല രീതിയിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. പിന്നെന്താണ്? 2 ടൈപ്സ് ഓഫ് സെൻസ് ഓഫ് ഓർഡർ ഉണ്ട്. എക്സ്റ്റേണൽ ഓർഡർ ആൻഡ് ഇന്റേണൽ ഓർഡർ. ഉണ്ട്. എക്സ്റ്റേണൽ ഓർഡറിൽ എൻവയോൺമെന്റും സറൗണ്ടിങ്സും എല്ലാം ഉൾപ്പെടുന്നു. ഇന്റേണൽ ഓർഡറിൽ ബോഡി പാർട്സും പൊസിഷൻസിനെ കുറിച്ചുള്ള അവയർനെസ്സും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഓർഡർ എങ്ങനെയാണ് എല്ലാ കാലവും എക്സിസ്റ്റ് ചെയ്യുന്നതാണോ? കുറച്ച് നാളുകൾക്ക് ശേഷം അത് ഡിസപ്പിയർ ആകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തായിട്ട് മാറുന്നുണ്ട്? മറ്റൊരു ഹോബി ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ. പിന്നെന്താണ്? കുട്ടികളിലും അഡൽട്ടിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ഓർഡർ ഒരേപോലെയാണോ? അതിൽ എങ്ങനെയാണ്? പറയൂ, എന്താണ് വ്യത്യാസം? എന്താണ്? കുട്ടികൾക്ക് ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓർഡർ തെറ്റിയാല് കുട്ടികൾ എന്താവും? അവര് വാശി പിടിച്ച് കരയാനോ ഇമോഷൻ എന്താണ് ബ്രേക്ക് ഡൗൺ ആവുന്നതാണ് അല്ലേ? കുട്ടികൾ എന്താണ്? കരയുന്നതാണ്, വാശി പിടിക്കുന്നതാണ് അല്ലേ? ആ ഓർഡർ അവർ തെറ്റാനായിട്ട്, അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ കുട്ടികൾക്ക് കഴിയില്ല. പക്ഷെ മുതിർന്നവർ എങ്ങനെയാണ്? അവരുടെ ഡെയിലി അവർക്കും ഒരു റൂട്ടീൻ ഉണ്ട് അല്ലെ? ഒരു ഓർഡർ ഉണ്ട്. എല്ലാ കാര്യത്തിനും ഡെയിലി ലൈഫിൽ ഒരു റൂട്ടീൻ അല്ലെങ്കിൽ ഒരു ഓർഡർ മുതിർന്നവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അത് അവരെ അഫക്റ്റ് ചെയ്യാറില്ല അല്ലേ? എന്തുകൊണ്ടാ? അവരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മറ്റുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കഴിവ് മുതിർന്നവർക്കുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ലേണിംഗ് ത്രൂ their 5 sense. എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്? ഓരോ കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? 5 സെൻസിനായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ ഭാവന. 5 സെൻസ് വെച്ചാണ് അവര് എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങൾക്കും അവർ അതിന് സഹായിക്കുന്നുണ്ട്. ചെറിയ മോട്ടോർ ആൻഡ് ഇന്റലിജൻസ് സ്കിൽസ് ഡെവലപ്പ് ആവുന്നു. പിന്നെ അതിൽ പറയുന്ന ടങ്കും ഹാൻഡും ആണ് കൂടുതലും ബുദ്ധിയുമായിട്ട് അത് വികസിപ്പിക്കാനും ബുദ്ധിയുമായിട്ട് കൂടുതൽ കണക്ട്
കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അതിനെന്താണ് മോണ്ടിസോറി വിശേഷിപ്പിക്കുന്നത്? ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇന്റലിജൻസ്. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ്. കുട്ടികൾ എന്തിനു വേണ്ടി ആക്ടിവിറ്റി ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ അവരുടെ ലക്ഷ്യം? അത് ഒരു അട്രാക്ഷന്റെ പുറത്താണ് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഇതിലാണോ ചെയ്യുന്നത്? രണ്ടാമത്തെ പിന്നെ സെലക്ട് ചെയ്യണമെന്ന് അറിയണം. മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെയാണ്? സെൻസറി സ്കിൽ ഡെവലപ്പ് ആവുന്ന അപ്പാരറ്റസ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ട്. അത് അവർക്ക് അത് ഓർഗനൈസ് ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനൊക്കെ അവർ പഠിക്കുന്നുണ്ട്. അത് ഡെവലപ്പ് ആവും. അങ്ങനത്തെ സ്കില്ലുകളെല്ലാം ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ. ഇത്തരം സെൻസറി എഡ്യൂക്കേഷനിലൂടെ പലതരത്തിലുള്ള അറിവുകൾ കുട്ടികൾ നേടുന്നുണ്ട്. ഒരു കാര്യത്തെ ഓർഗനൈസ് ചെയ്യാനായിട്ടാണെങ്കിലും പിന്നെന്താണ് കാറ്റഗറൈസ് ചെയ്യാനാണെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? സെൻസിറ്റിവിറ്റി ടു സ്മാൾ ഒബ്ജക്ട്. മൈന്യൂട്ട് ഒബ്ജക്ട്സ് അല്ലെ, സ്മോൾ ഒബ്ജക്ട്സ്. അതിലെന്താ പറയുന്നത്? ഒബ്സർവേഷൻ സ്കില്ല് കൂടുന്നു, കോൺസെൻട്രേഷൻ പവർ കൂടുന്നവർക്ക്. സ്വഭാവം എങ്ങനെയാണ്? ചെറുപ്പത്തിലെ കുട്ടികളുടെ സ്വഭാവം എങ്ങനെയാണ്? ചെറിയ സാധനങ്ങളോട് ഇൻട്രസ്റ്റ് തോന്നും. ചെറിയ വസ്തുക്കളോട് കൂടുതൽ അട്രാക്ഷൻ, ഈ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ ഒരു എക്സാമ്പിൾസ് പറയാവോ? ചെറിയ കുട്ടികൾക്ക് എന്താണ് ചെറിയ വസ്തുക്കളോടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നതിന് അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾസ് പറയാമോ? ഒരു ഗാർഡനിൽ പോയാൽ അവിടുത്തെ ഏറ്റവും ചെറിയ ഒബ്ജക്റ്റ് അവരെന്തായിരിക്കും ആ സീനറി ആയിരിക്കില്ല അവർ വാച്ച് ചെയ്യുന്നത് അല്ല. അവരെന്തായിരിക്കും ചെറിയ വസ്തുക്കളെ ആയിരിക്കും നിരീക്ഷിക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ചിലപ്പോൾ ലേഡി ബേർഡിനെയോ അല്ലെങ്കിൽ എന്താണ് ഉറുമ്പുകൾ പോകുന്നതൊക്കെ ആയിരിക്കും അവർ ഒബ്സർവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ എന്താണ് ഇഴഞ്ഞു തുടങ്ങുന്ന കുട്ടികൾ ചെറിയ വണ്ടുകളെയൊക്കെ പിടിച്ചോണ്ട് വരാറുണ്ട് അല്ലേ? അങ്ങനെയുണ്ടോ? ചെറിയ മുത്തുകൾ. അതെ അതെ. ചെറിയ മുത്തുകൾ. ഓക്കെ. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ സെൻസിറ്റിവിറ്റി എന്താ ഭാവന? അല്ല, നമ്മൾ കാണാത്ത മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ അവര് കണ്ടുപിടിക്കേണ്ടി വരും. അതെ, നമ്മുടെ കണ്ണിൽ പെടാത്ത സാധനങ്ങളായിരിക്കും അവർക്ക് ആദ്യം അല്ലെ കണ്ണിൽ പെടുന്നത്. അപ്പൊ ഇത്തരം സാധനങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഈ ഒരു ആക്ടിവിറ്റി, ഒരു പ്രത്യേകത കുട്ടികൾ എന്തിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അവരുടെ ഒബ്സർവേഷൻ സ്കില്ല് കൂട്ടാനും, ഒബ്സർവേഷൻ, ഫോക്കസ്. ഓക്കെ. പിന്നെന്താണ്? കോൺസെൻട്രേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇൻ ഫ്യൂച്ചറിൽ ഭാവിയിൽ എങ്ങനെയാണ് അവർ അത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാ? പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഒരു പ്രോബ്ലം വന്നാൽ അതിനെ പ്രോപ്പർ ആയിട്ട് സൊല്യൂഷനിൽ എത്തിച്ചേരാൻ ഇത്തരം കഴിവുകൾ ആ സമയത്ത് അവനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ചെറിയ പ്രായത്തിൽ അവൻ ഫോളോ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ മുതിർന്നു കഴിയുമ്പോൾ എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരാൻ ഇത്തരം ആക്ടിവിറ്റീസ് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്. നമ്മൾ വാക്കിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്, സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്, ആൻഡ് ദ ലാസ്റ്റ് വൺ സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഉണ്ടെന്ന് പറഞ്ഞു. എന്താ ആൻഡ്രിയ? സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞില്ലായിരുന്നോ മാം? അത് നമ്മൾ സ്വയമായിട്ട് എഴുതാണോ അതിങ്ങനെ കുട്ടികളെ പറ്റാവുന്ന തരത്തില് ചെറിയ ചെറിയ സ്റ്റോറികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഫിംഗറിന്റെ സ്റ്റോറികള്, അങ്ങനത്തെ എന്തെങ്കിലും എഴുതിയാൽ മതിയോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറി ബിൽഡ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതണം. മസ്റ്റ് ആയിട്ട് എന്താണ് സ്വന്തമായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം. ചെറിയ സ്റ്റോറീസ് മതി. ഓക്കെ. മോറൽ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള, കുട്ടികളെ പിടിച്ചിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ അതിനെന്ത് വേണം? അനിമൽസിനെയോ ബേർഡ്സിനെയൊക്കെ അതിൽ കൂടുതൽ ഉൾപ്പെടുത്താം. കുട്ടികൾക്ക് അത്തരം കാര്യങ്ങളോടല്ലേ കൂടുതൽ താല്പര്യം. അപ്പൊ ഇംഗ്ലീഷിലായിരിക്കണം കേട്ടോ സ്റ്റോറി. ചെറിയ സ്റ്റോറി മതി.
അത്തരത്തിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. ആക്ഷൻ സോങ്ങും റോൾ പ്ലേയും കഴിഞ്ഞവർക്ക് സ്റ്റോറി ടെല്ലിംഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Good night, ma'am. ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Good night, ma'am.